ഇടതുമുന്നണിയിൽ തർക്കത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരും, അവരുടെ ക്യാമ്പസുകൾ തുടങ്ങാൻ അനുവാദം കൊടുക്കും എന്നുള്ള ബജറ്റിലെ നിർദ്ദേശം. ഇതിനകം തന്നെ വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിനോട് യോജിക്കാത്ത രീതിയിലുള്ള പരാമർശമായിരുന്നു നടത്തിയത്. പക്ഷേ ബജറ്റിലെ നിർദ്ദേശത്തെ അനുകൂലിക്കുകയായിരുന്നു ധനമന്ത്രി ചെയ്തിരുന്നത്. LDF കൺവീനറും ഇപ്പോൾ ഇതേ കാര്യം തന്നെ പറയുകയാണ്. ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഇക്കാര്യത്തെ ന്യായീകരിച്ചിരിക്കുകയാണ്. തടയാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ള ന്യായീകരണമാണ് അദ്ദേഹം പറയുന്നത്. അതായത് UGC മാനദണ്ഡം അനുസരിക്കേണ്ടി വരും, പക്ഷേ സുതാര്യമായി തന്നെ നടപ്പാക്കുമെന്ന് EP ജയരാജൻ പറയുകയാണ്. അതായത് ബജറ്റിൽ ഒരു തിരുത്തൽ ഉണ്ടാവുകയില്ല എന്നാണ് EP ജയരാജന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല UGCയുടെ പല മാനദണ്ഡങ്ങൾക്കെതിരെയും സമരം നടത്തുന്ന SFIയെയാണ് കാണാൻ കഴിയുന്നത്. ആ സമയത്ത് തന്നെയാണ് UGCയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കേണ്ടി വരും സംസ്ഥാനത്തിന് എന്നുള്ള കാര്യം വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കേരളത്തിൽ തുടങ്ങുവാനുള്ള ബജറ്റ് നിർദ്ദേശത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി LDF കൺവീനർ തന്നെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ എക്സാം സമൻസ് അയക്കുന്ന മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ പത്രം വായിച്ച പോലെ ഞാനും പത്രം വായിച്ചു. നിലപാട് നമ്മൾ നിങ്ങൾ പത്രത്തിൽ കണ്ടതുപോലെ ഞാൻ വായിക്കും, അത്രേ എനിക്കറിയാം. കേന്ദ്രം അന്വേഷണം കടുപ്പിക്കാൻ ഞാൻ വൈകുന്നേരം വരുന്നുണ്ട്, നിങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ വിശദമായിട്ട്